ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഗീതാജിയാണ്. ഇന്നത്തെ നമ്മുടെ ക്ഷേത്ര ദർശനം 4ാമത്തെ ജ്യോതിർലിംഗ ക്ഷേത്രമായ ഓംകാരേശ്വർ ജ്യോതിർലിംഗ ക്ഷേത്രം വീഡിയോയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. മധ്യപ്രദേശിൽ 2 ജ്യോതിർലിംഗ ക്ഷേത്രങ്ങളുണ്ട്. 3ാമത്തെ ജ്യോതിർലിംഗ ക്ഷേത്രമായ ഉജ്ജയിൻ മഹാകാളേശ്വരം. ഇവിടെ നിന്നും 140 കിലോമീറ്റർ വടക്ക് മാറിയാണ് ഓംകാരേശ്വര ജ്യോതിർലിംഗ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ മധ്യപ്രദേശിലെ കാണ്ഡ്വ ജില്ലയിൽ നർമ്മദ നദിയിലെ കാണ്ഡ്വ നഗരത്തിനടുത്തുള്ള മാന്ധാത എന്ന ദ്വീപിലാണ് ഓംകാരേശ്വര ജ്യോതിർലിംഗ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. 4ാമത്തെ ജ്യോതിർലിംഗ ക്ഷേത്രം 2 എണ്ണമുണ്ട്. 1ാമത്തേത് ഓംകാരേശ്വരം, 2ാമത്തേത് അമലേശ്വരം. അമലേശ്വരത്തിന് മമലേശ്വരം എന്നുകൂടി പറയും. ഓംകാരേശ്വര ക്ഷേത്രത്തോടനുബന്ധിച്ച് 3 ഐതിഹ്യങ്ങളാണുള്ളത്. 1ാമത്തെ ഐതിഹ്യം, വിന്ധ്യാചൽ പർവ്വതനിരയെ നിയന്ത്രിക്കുന്ന ദേവൻ ചെയ്ത പാപങ്ങളിൽ നിന്ന് സ്വയം പ്രായശ്ചിത്തം ചെയ്യുന്നതിനായി മഹാദേവനെ ആരാധിക്കുകയും അദ്ദേഹം ഒരു വിശുദ്ധ ജ്യാമിതീയ രേഖാചിത്രവും മണലും കളിമണ്ണും കൊണ്ട് നിർമ്മിച്ച ഒരു ലിംഗവും സൃഷ്ടിച്ചു. മഹാദേവൻ ആരാധനയിൽ സംപ്രീതനായി ഓംകാരേശ്വർ, അമലേശ്വർ എന്നീ 2 രൂപങ്ങളിൽ അവതരിച്ചതായി വിശ്വസിക്കപ്പെടുന്നു. ഓം എന്ന അക്ഷരത്തിൻ്റെ രൂപത്തിൽ മണ്ണ് പ്രത്യക്ഷപ്പെട്ടതിനാൽ ഈ ദ്വീപ് ഓംകാരേശ്വർ എന്നറിയപ്പെട്ടു. ക്ഷേത്രത്തിൽ പാർവതിയുടെയും മഹാഗണപതിയുടെയും പ്രതിഷ്ഠയുമുണ്ട്. 2ാമത്തെ ഐതിഹ്യം മാന്ധാതയുടെയും മകൻ്റെയും തപസ്സുമായി ബന്ധപ്പെട്ടതാണ്. ഇക്ഷ്വാകു വംശത്തിലെ മാന്ധാത രാജാവ്, അതായത് ശ്രീരാമൻ്റെ പൂർവികൻ, ദേവാധിദേവനായ ശ്രീ മഹാദേവൻ ജ്യോതിർലിംഗമായി പ്രത്യക്ഷപ്പെടുന്നതുവരെ ഇവിടെ മഹാദേവനെ ആരാധിച്ചിരുന്നു. ഇവിടെ കഠിനമായ തപസ് അനുഷ്ഠിക്കുകയും മഹാദേവനെ പ്രീതിപ്പെടുത്തുകയും ചെയ്ത മാന്ധാതയുടെ പുത്രന്മാരായ അംബരീഷിനെയും മുചുകുന്ദനെയും കുറിച്ചുള്ള കഥയും ചില പണ്ഡിതന്മാർ വിവരിക്കുന്നു. അതുകൊണ്ടാണ് ഈ പർവ്വതത്തിന് മാന്ധാത എന്ന് പേരിട്ടിരിക്കുന്നത്. 3ാമത്തെ ഐതിഹ്യം ഇപ്രകാരമാണ്. ദേവന്മാരും അസുരന്മാരും തമ്മിൽ വലിയ യുദ്ധം നടന്നതായി വെളിപ്പെടുത്തുന്നു. ഇതിൽ അസുരന്മാർ വിജയിക്കുകയും ദേവന്മാർ പരാജയപ്പെടുകയും ചെയ്തു. ഇത് ദേവന്മാർക്ക് വലിയ ഒരു തിരിച്ചടിയായി. അതിനാൽ ദേവഗണങ്ങൾ മഹാദേവനോട് പ്രാർത്ഥിച്ചു. അവരുടെ പ്രാർത്ഥനയിൽ സന്തുഷ്ടനായ മഹാദേവൻ ഓംകാരേശ്വർ ജ്യോതിർലിംഗ രൂപത്തിൽ പ്രത്യക്ഷപ്പെടുകയും അസുരന്മാരെ പരാജയപ്പെടുത്തുകയും ചെയ്തു. ഓംകാറിൻ്റെ തത്വചിന്ത ഓംകാർ, ഓം, അകാരം എന്നീ 2 ശബ്ദങ്ങൾ ചേർന്നതാണ്. അദ്വൈത് മത് പറയുന്നു. അദ്വൈത് എന്നാൽ 2 അല്ല എന്നതുകൊണ്ട് 2ഉം ഒന്നല്ല. സൃഷ്ടിയുടെ ഓം ബീജമന്ത്രം തന്നെയാണ് സൃഷ്ടിയുടെ സ്രഷ്ടാവ്. ക്ഷേത്ര ദർശനത്തിന് വരുന്ന ഭക്തരുടെ തിരക്ക് ഭയങ്കരം തന്നെയാണ്. ഏറ്റവും കൂടുതൽ തിരക്ക് ശനിയാഴ്ചയും ഞായറാഴ്ചയും എന്നാണ് പറയപ്പെടുന്നത്. 300 മീറ്റർ ദൂരം നമുക്ക് ക്യൂവിലൂടെ നടന്ന് ഭഗവാന്റെ ദർശനത്തിന് എത്തുമ്പോഴത്തേനും ഏകദേശം 5 മണിക്കൂറെങ്കിലും വേണം. 1 മണിക്ക് ക്യൂവിലെത്തിയ ഞങ്ങൾ 6 മണിയാകുമ്പോഴായിരുന്നു ഭഗവാന്റെ ദർശനം നമുക്ക് കിട്ടിയത്. അത്രയും ഭയങ്കര ക്യൂ ആയിരുന്നു. അതായത് ക്യൂ അങ്ങനെ മെല്ലെ മെല്ലെയാണ് മുന്നോട്ട് നീങ്ങുന്നത്. 7ാമത്തെ നിലയിലാണ് ക്ഷേത്രം ഉള്ളത്. കാരണം ഇതൊരു കുന്നിൻ്റെ മുകളിലാണ്. അപ്പം നമ്മൾ അത്രയും സ്റ്റെപ്പുകൾ കയറി ഓരോ നിലയും നമ്മൾ കയറി വേണം മുന്നോട്ട് പോകുവാനായിട്ട്. കണ്ടില്ലേ, ഇവിടെയെല്ലാം സ്റ്റെപ്പുകൾ വെച്ചേക്കുന്നത്. ശങ്കരാചാര്യർ തൻ്റെ ഗുരുവായ ഗോവിന്ദ ഭഗവത്പാദനെ കണ്ടുമുട്ടിയത് ഈ ഗുഹയിൽ വെച്ചാണ്. ആ ഗുഹ ഇപ്പോഴും അവിടെ തന്നെയുണ്ട്. ഇവിടെ ശങ്കരാചാര്യരുടെ ഒരു പ്രതിമയും ഉണ്ട്. ഭഗവാന്റെ ദർശന സായുജ്യത്തിന് ശേഷം നമുക്ക് കിട്ടിയ സന്തോഷം, ആനന്ദം, നിർവൃതി അത് പറഞ്ഞറിയിക്കാൻ പോലും പറ്റില്ല. ഭഗവാന്റെ മുന്നിൽ ഒരു നെയ്ത്തിരിയും കത്തിച്ച് വെച്ച് ഞങ്ങൾ പെട്ടെന്ന് തന്നെ തൊഴുത് താഴെ ഇറങ്ങി. അപ്പോഴത്തേനും നല്ല ഇരുട്ടായിരുന്നു. അപ്പോൾ അങ്ങനെ രാത്രിയിലെ ദൃശ്യങ്ങളും നമുക്ക് കാണാൻ സാധിച്ചു. ഇൻഡോറിൽ നിന്നും ഓംകാരേശ്വറിലേക്ക് ചുരം ഇറങ്ങി വേണം നമുക്ക് പോകാനായിട്ട്. തിരിച്ചു വരുമ്പോൾ നമുക്ക് ചുരം കയറിയും വരണം. ഏകദേശം 3 മണിക്കൂർ ദൂരം യാത്രയുണ്ട്. ഓംകാരേശ്വറിലെ പകൽ ഭംഗിയും രാത്രി ഭംഗിയും എത്ര കണ്ടാലും മതിയാകില്ല. അത്രയും വർണ്ണനാതീതമാണ്. ക്ഷേത്ര ശ്രീകോവിലിനടുത്തുള്ള ദൃശ്യങ്ങളാണിത്. 11ാം നൂറ്റാണ്ടിൽ മാൾവയിലെ പരമാര രാജാക്കന്മാരാണ് ഈ ക്ഷേത്രം പണി കഴിപ്പിച്ചതെന്ന് പറയപ്പെടുന്നു. പരമാര രാജാക്കന്മാർക്ക് ശേഷം ക്ഷേത്രത്തിൻ്റെ ഭരണം ചൗഹാൻ ഭരണാധികാരികൾ ഏറ്റെടുത്തു. മുഗൾ ഭരണകാലത്ത് ചൗഹാൻ രാജാക്കന്മാരുടെ കീഴിലായിരുന്നു ഈ ക്ഷേത്രം. അധികം പുതുക്കിപ്പണിയാതെ 19ാം നൂറ്റാണ്ടിൽ ഹോൾക്കർ ഭരണാധികാരികൾ, പ്രധാനമായും റാണി അഹല്യാബായി ഹോൾക്കർ ക്ഷേത്രം പുനർനിർമ്മിച്ചു. 1947 സ്വാതന്ത്ര്യാനന്തരം ഖണ്ഡവ ഭരണകൂടത്തിൻ്റെ സഹായത്തോടെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ക്ഷേത്രത്തിൻ്റെ ചുമതല ഏറ്റെടുത്തു. നന്ദിസ്വാമിയെ തൊഴുതതിന് ശേഷം വേണം നമ്മൾ ശ്രീകോവിലിനകത്തേക്ക് കടക്കാനായിട്ട്.
നർമ്മദാ നദിയിലെ കല്ലുകളിൽ ഭഗവാൻ മഹാദേവൻ കുടികൊള്ളുന്നു എന്നാണ് പറയപ്പെടുന്നത്. നർമ്മദേശ്വർ ശിവലിംഗത്തിന് പ്രാണപ്രതിഷ്ഠയുടെ ആവശ്യമില്ല. ഇതിൽ ഭഗവാൻ വിരാജമാനാണ്. ഓങ്കാരേശ്വരർ പോയി തൊഴുതു വന്നതിന് ശേഷം അമലേശ്വരത്തും കൂടെ പോയി നമ്മൾ തൊഴണം എന്നാണ് പറയപ്പെടുന്നത്. രാത്രിയായി, എന്നിരുന്നാലും അമലേശ്വര ദർശനത്തിന് ശേഷമാണ് ഞങ്ങൾ യാത്ര തിരിച്ചത്. ഈ അടുത്ത കാലത്ത് ഉദ്ഘാടനം നിർവഹിച്ച ശ്രീ ശങ്കരാചാര്യരുടെ പ്രതിമ നമുക്ക് വളരെ ദൂരെ നിന്ന് തന്നെ കാണാവുന്നതാണ്. ആദ്യമായിട്ടാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യുവാനും മറക്കരുത്. വീട്ടിലിരുന്നുകൊണ്ട് നിങ്ങൾക്ക് ഓങ്കാരേശ്വര ദർശനം കാണാൻ സാധിച്ചല്ലോ, അതുതന്നെ ഒരു ഭാഗ്യമായിട്ട് കരുതുക. ഓങ്കാരേശ്വര ക്ഷേത്രത്തിൻ്റെ ഇരു സൈഡിലായിട്ടും പാലമുണ്ട്. നർമ്മദാ പ്രദക്ഷിണം വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ്. സൗരാഷ്ട്രേ സോമനാഥം ച ശ്രീശൈലേ മല്ലികാർജുനം ഉജ്ജയിന്യാം മഹാകാലം ഓങ്കാരം അമലേശ്വരം. ഹര ഹര മഹാദേവ്.